ഇപ്പോൾ പ്രതിഷേധത്തിൻ്റെ വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന മുകേഷ് MLA ആ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് പ്രതിപക്ഷ സംഘടനകൾ ഒരുങ്ങുകയാണ്. ഇന്നും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കടുപ്പിക്കും. കൊല്ലത്തെ വീട്ടിലേക്കും MLAയുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചും നടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറയുന്ന സർക്കാർ സ്വന്തം MLAയുടെ കാര്യം വരുമ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയം മുൻകാലങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട പ്രതിപക്ഷ MLAമാർ രാജിവെച്ചിട്ടില്ല എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. മന്ത്രി സജി ചെറിയാനെതിരെയും സമരം ശക്തമാണ്. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യല്ലൂർ, പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുക ണോ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമോ കാര്യങ്ങൾ? അരുൺ, തീർച്ചയായിട്ടും പ്രതിപക്ഷം പ്രതിഷേധം ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ്. ഏതായാലും മുകേഷിന്റെ രാജി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ പോലും രാജി വെച്ചേ മതിയാകൂ എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ കൊല്ലത്തെ വീട്ടിലേക്കും MLA ഓഫീസിലേക്കും അടക്കം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അത് മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ പ്രതിഷേധം കടുക്കുന്നു. ഈ മുകേഷിന്റെ മണ്ഡലം അല്ലെങ്കിൽ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, പകരം സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ശക്തമാക്കുക എന്നതാണ് പ്രതിപക്ഷ സംഘടനകൾ ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നത്. ഇരയ്ക്കൊപ്പം എന്ന സർക്കാർ പറയുമ്പോൾ പോലും വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണ് നടക്കുന്നത് എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. ഏതായാലും രാജി ആവശ്യം ശക്തമാകുന്നു. ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ അല്ല, വീണ്ടും ഈ മുകേഷിനെതിരായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ ടെസ് ജോസഫിന്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞുകൊണ്ട് ലഘൂകരിക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ മാറിയിരുന്നത്. പക്ഷേ നിലവിൽ നേരത്തെ ഈ മിനു മുനീർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ ഏതായാലും അതിൽ നിലവിൽ മുകേഷ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തലുകളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രതിരോധം ഇനി എങ്ങനെ തീർക്കുമെന്നതാണ് നിലവിൽ അറിയേണ്ടത്. നിലവിൽ ഈ സർക്കാരോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ മറ്റ് MLAമാർക്കും, അതായത് പ്രതിപക്ഷ MLAമാരടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിട്ടും രാജിവെച്ചിട്ടില്ലല്ലോ എന്നത് പറയുമ്പോൾ പോലും ഇവിടെ ഇടത് നയം എന്ന് പറയുന്നത്, സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഇടത് MLA തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആരോപണ വിധേയനായി നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് പ്രതിപക്ഷം എടുത്ത് ചൂണ്ടിക്കാട്ടുന്നതും. അങ്ങനെ ഈ ഇരയ്ക്കൊപ്പം എന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് വേട്ടക്കാരന് കുടപിടിക്കുന്നു എന്നതാണ് ചോദ്യം. ഏതായാലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ വ്യാപകമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് തീരുമാനം. ഇന്നും ഇതേ രീതിയിൽ ഈ മുകേഷിന്റെ വീട്ടിലേക്കും ഒപ്പം തന്നെ ഈ MLA ഓഫീസിലേക്കും അടക്കം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ മാർച്ച് ഇന്നും ഉണ്ടാകും. ഒപ്പം തന്നെ സജി ചെറിയാനെതിരെയും മന്ത്രി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിലടക്കം പങ്കുവഹിച്ച മന്ത്രി എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വീട്ടിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്താനുള്ളൊരു തീരുമാനമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മാർച്ചിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷവും ഉണ്ടായിരുന്നു. ഏതായാലും വരുന്ന ദിവസങ്ങളിലും ഈ ഇരുവരുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി രാജിവെക്കുക, ഒപ്പം തന്നെ പ്രധാനമായും ആരോപണ വിധേയനായി നിൽക്കുന്ന MLA മുകേഷ് രാജിവെക്കുക എന്നൊരു ആവശ്യമാണ് ശക്തമാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അരുൺ, ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. കനത്ത പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, പുറത്തു വരുന്നതൊക്കെ കേട്ടാൽ കുറച്ച് സമയം ഈ പിള്ളേരെയൊക്കെ കൊണ്ട് എങ്ങനെ മോർണിംഗ് ഷോ കാണും അല്ലെങ്കിൽ വാർത്തകൾ കാണും എന്ന് പ്രേക്ഷകർ സംശയിക്കുന്നുണ്ടാവും. കുറച്ച് ദിവസം കൂടി ഇതൊക്കെ തുടരും. എങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കും? പലതും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫേക്കായി വരുന്ന ഒരു വെളിപ്പെടുത്തലും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല. പലതും സെൻസർ ചെയ്ത് പറയണം എന്നൊക്കെ ചില പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്, ചില കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ. പക്ഷേ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നത് വിളിച്ചറിയണ്ടേ? ആരെങ്കിലും ഒരാൾ പുറപ്പുറത്തിരുന്ന് വിളിച്ചു കൂവിയാലല്ലേ ആ വീട്ടിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയുള്ളൂ. അത് സ്വകാര്യ ഇടമല്ലാത്തതുകൊണ്ട് ഇത്തരം ഇടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയണം. ഇത് ചർച്ച ചെയ്തും ഒപ്പം തന്നെ ശക്തമായ നിയമനിർമ്മാണത്തിലൂടെയും ഒക്കെ മറികടക്കേണ്ട വിഷയമാണ്. നമുക്കതങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ TV-യിൽ വന്ന് വെളിപ്പെടുത്തിയ സന്ധ്യ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ എന്താ, നടൻ മുകേഷ് നടിയെ മാത്രമല്ല നടിയുടെ അമ്മയുടെ മേൽവിലാസം എടുത്ത് പോയി ഇത്തരത്തിൽ ഒരു മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ്. ഒരു നടിയുടെ അമ്മയോട് മുകേഷ് മോശമായി പെരുമാറി എന്നുള്ള വാർത്ത ചെറുതല്ല. അവരുടെ വീട്ടിലെത്തിയാണ് ആരുമില്ലാത്ത നേരത്ത് മുകേഷ് മോശമായി പെരുമാറിയതെന്നും അല്പസമയം മുമ്പ് സന്ധ്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു.